ഒരു കുടുംബത്തിലെ 4 പിഞ്ചോമന മക്കൾ ആക്സിഡന്റിൽ മരണപ്പെട്ടു പോയ ആ ഒരു ദുഃഖവാർത്ത വളരെ ഞെട്ടലോടെയാണ് 2 ദിവസം മുമ്പ് കേൾക്കാനിടയായത്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് പറയാനൊന്നേ ഉള്ളൂ, ഇനി എത്ര സേഫ്റ്റി ഉണ്ടായാൽ പോലും, ഇനി എത്ര വലിയ വണ്ടി ആയാൽ പോലും, നിങ്ങൾക്കൊരിക്കലും ഒരു ലോങ് ഡ്രൈവ് പോകുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങൾ യാത്ര ചെയ്യുമ്പോഴോ ഒരിക്കലും ഓവർ കോൺഫിഡൻസിൽ ഒരിക്കലും പോകരുത്. കാരണം നിങ്ങളെ കാത്ത് കുട്ടികൾ അല്ലെങ്കിൽ മക്കൾ അല്ലെങ്കിൽ ഭാര്യമാർ അല്ലെങ്കിൽ മാതാപിതാക്കന്മാർ കാത്തിരിക്കുന്നുണ്ട് എന്നുള്ളൊരു സത്യം നിങ്ങൾ ഓർമ്മ വെക്കണം. അതുമാത്രമല്ല, ഇനി ഇൻ കേസ് മാക്സിമം രാത്രി ഡ്രൈവ് ഒഴിവാക്കുക. ഇനി അതല്ല, രാത്രി ഡ്രൈവ് നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റുന്നില്ലെങ്കിൽ മാത്രം ചെയ്യുക. അതും എന്താ പറയുക, നിങ്ങൾക്ക് അത്യാവശ്യമായിട്ട് ഇപ്പോൾ UAE പെട്രോൾ പമ്പ് ഉണ്ട്, നാട്ടിലാണെങ്കിലും എവിടെ വെച്ച് നമുക്ക് സൈഡാക്കി കുറച്ച് ഉറങ്ങുക. ഉറക്കമൊക്കെ വരുന്നുണ്ടെങ്കിൽ ഇപ്പോൾ എന്ത് ചെയ്യുക, നമുക്ക് ഒരു നിമിഷമാണ്, ഒരു സെക്കൻഡാണ് നമുക്ക് ഉറക്കം വരാനുള്ളത്. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് സ്റ്റാരിങ് നമ്മളെ കയ്യിൽ നിന്ന് വിട്ട് പോയി കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞു. കാരണം ദുബൈ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്രക്കും റോഡാണ്, അല്ലെങ്കിൽ അത്രയ്ക്ക് 160, 120, 140 ആയിരിക്കും വണ്ടികൾ വരുന്നത്. അപ്പം നമ്മളെ ഒരു ചെറിയൊരു സ്റ്റാരിങ്ങിൻ്റെ അനക്കം മൂലം, എന്താ പറയുക, ഒരു തിരിയൽ മൂലം ബാക്കിലുള്ള വണ്ടികൾ നമ്മൾ വന്നിട്ട് ഇടിക്കും. അതൊക്കെ എന്താ പറയുക, വളരെ വളരെ കെയർ ആയിട്ട് എടുക്കേണ്ട കാര്യം. ഇനി ഇൻ കേസ് നിങ്ങൾ ആരെങ്കിലും വളരെ അത്യാവശ്യമായിട്ട് കാര്യങ്ങൾ നിങ്ങൾ കൂടെ പോകുമ്പോൾ ആരെങ്കിലും ഒരാളെ കൂട്ടിക്കോളി. അതുമാത്രമല്ല, അവരോട് ഉറങ്ങാണ്ട്, അതായത് ഡ്രൈവ് ചെയ്യുന്ന ആളോട് സംസാരിച്ചുകൊണ്ടിരിക്കാൻ വേണ്ടി പറയണം. കാരണം ഒരാൾ ഉറങ്ങുമ്പോൾ മറ്റൊരാൾക്ക് ഉറക്ക് വരിക സ്വാഭാവികമാണ്. അപ്പോൾ വളരെ ഞെട്ടലോടെയാണ് ഈ ഒരു ദുഃഖവാർത്ത കേട്ടത്. ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റുന്നതല്ല. ഒരു കുടുംബത്തിലെ 4 പിഞ്ചോമന മക്കളാണ് നമുക്ക് നഷ്ടപ്പെട്ടു പോയത്. അപ്പോൾ ഇനിയെങ്കിലും ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഡ്രൈവ് ചെയ്യുമ്പോഴത്തേക്ക് വളരെ ശ്രദ്ധിച്ചോളിട്ടോ. പഠിച്ചവനെ ആ മക്കൾക്ക് പുറത്തു കൊടുക്കട്ടെ. അത് മാത്രമല്ല, ആ മാതാപിതാക്കന്മാർക്ക് അത് ഉൾക്കൊള്ളാൻ, അത് സഹിക്കാനുള്ള ശക്തി പടച്ചവൻ നൽകട്ടെ. എല്ലാവരെയും ഇതുപോലത്തെ അപകടങ്ങളെ തൊട്ട് പടച്ചവൻ കാക്കട്ടെ. ഇത്ര മാത്രമേ പറയാനുള്ളൂ കേട്ടോ. അപ്പോൾ അല്ലാഹ്, അസ്സലാമു അലൈക്കും, നമസ്കാരം.